യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസാചാരങ്ങൾ അതുമാത്രമാണ് രക്ഷയുടെ ഒരു ഭാഗമുള്ളത്. വിജയത്തിന് നിദാനം അതാണ്. അതിൻ്റെ തനിമ നിലനിർത്തുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാധ്യത. അതിൻ്റെ തനിമ ലോകത്ത് നിലനിർത്തുക. ആ കാര്യത്തിൽ ഇന്നും അന്നും എന്നും അതിനർഹതയുള്ളൂ. മഹാരഥന്മാരായ എൻ്റെ വയസ്സിൽ ഈ പറഞ്ഞതുപോലൊന്നുമല്ല. മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ അതിന് അനുവാദം നൽകി ആസ്വദിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ആണ് ദീനിൽ പ്രവർത്തിക്കും. നിങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേ സ്ഥാനം ദീനിൻ്റെ ബാഹ്യരൂപം ഈ ലോകത്ത് വ്യക്തമാക്കുക. അതാണ് നിങ്ങളുടെ ബാധ്യത. മറ്റുള്ള വിജ്ഞാനങ്ങൾ നിങ്ങളിൽ ഇരിക്കട്ടെ. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവിടെ നിർവഹിച്ചു പോകുന്ന സഹാബത്ത് അതേ ചര്യയിൽ ലോകത്തിലെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് വിളിക്കുക. സന്മാർഗത്തിലേക്ക് ജനങ്ങൾ നിങ്ങളെ അനുഗമിക്കുന്നു. ഇതാണ് മഹാന്മാരായ ഒട്ടനവധി നേതൃത്വങ്ങൾ ഏൽപ്പിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ നാം എല്ലാം അദ്ദേഹത്തെ ഇക്തിദാ ചെയ്യുന്നത് തുടരുന്നത്. അതിൻ്റെ വിജയത്തിൻ്റെ നിദാനം അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അത് ലോകത്തിന് ഫലപ്പെടുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ പോലെയല്ല. ആയതുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. തോനെ പ്രസംഗിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ അടുത്തിൻ്റെ ഒരു പ്രസംഗം നടന്നതാണ് കോട്ടപ്പുറം. ആദരവോടുകൂടി ഒരുപാട് നാമങ്ങളുണ്ട്. ഏതുകൊണ്ടാണ് അഭിസംബോധന ഞാൻ നിൽക്കാൻ അറിയില്ല. മഹാനായ എ പി ഉസ്താദിനെ സർവാദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.